നമസ്കാരം. നടൻ ദിലീപിന് ജീവപര്യന്തം. കഴിഞ്ഞ 9 വർഷമായിട്ട് അദ്ദേഹം ആ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ശിക്ഷ അത് കോടതികളുടേതല്ല, മറിച്ച് സമൂഹത്തിൻ്റെതാണ്. അവർ ആ വ്യക്തിയെ മുഖ്യ ജീവിതധാരയിൽ നിന്നും അവർ തള്ളി മാറ്റുന്നു. ആ വ്യക്തിയെ അവർ ഇഗ്നോർ ചെയ്യുന്നു. ആ വ്യക്തി സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെടുകയാണ്, മാച്ചു കളയപ്പെടുകയാണ്. അതാകട്ടെ ജീവപര്യന്തത്തിനപ്പുറമുള്ള മരണശിക്ഷ തന്നെയാണ്. ഒരിക്കൽ തമിഴ് നടനായിട്ടുള്ള മക്കൾ തിലകം MG രാമചന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദുഷ്ട കഥാപാത്രത്തിൻ്റെ ഭാവങ്ങളെ നടനിലേക്കും നടൻ്റെ ദുഷ്ടതയെ കഥാപാത്രത്തിലേക്കും സന്നിവേശിപ്പിക്കും. അത് സമൂഹത്തിൻ്റെ സ്വഭാവമാണ്. ആയതുകൊണ്ട് തന്നെ കഥാപാത്രത്തെയും ശിഷ്ടതയുള്ളതാക്കണം, നടൻ്റെ ജീവിതവും അതുപോലെ തന്നെ അന്തസ്സും ആഭിജാത്യവും ഉള്ളതാക്കണം എന്ന്. ദിലീപ്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ്, ആ കേസ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ ചില കറുത്ത പാടുകൾ, അത് സമൂഹം ഒരു കുറ്റമായിട്ട് കണക്കെടുത്തു, ശിക്ഷ വിധിച്ചു എന്ന് വേണം പറയാൻ. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ആ സംഭവം ഉണ്ടായതിന് ശേഷം ഉണ്ടായിട്ടുള്ള സിനിമകൾ മുഴുവൻ പൊട്ടിപ്പാളീസായിപ്പോയി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ നടന വൈഭവം കുറഞ്ഞു പോയതല്ല, സിനിമയുടെ കഥാവൈഭവവും കുറഞ്ഞു പോയതല്ല, സംവിധായകന്റെ വൈഭവവും കുറഞ്ഞു പോയതല്ല. സമൂഹം അദ്ദേഹത്തെ തള്ളി മാറ്റി. അതാണ് ഉണ്ടായത്. തിയേറ്ററിൽ വന്ന സകല സിനിമകളും മൂക്കുകുത്തി വീഴുകയാണ് ഉണ്ടായത്. നടിയെ ആക്രമിച്ച കേസ്, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് കോടതിയാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ ജനങ്ങളത് നേരത്തെ നിശ്ചയിച്ചു വെച്ച് കഴിഞ്ഞു. നാളെ അദ്ദേഹത്തിൻ്റെ 8-ാം തീയതി വിധി വരികയാണ്. വിധി അദ്ദേഹത്തിന് അനുകൂലമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തിന് അതൊരാശ്വാസമാകും. പിന്നെ നെട്ടോട്ടം ഓടേണ്ടതില്ല. പക്ഷേ പിന്നെയും സുപ്രീം കോടതി വരെ എടുക്കുകയാണ്. വാദിഭാഗം പിന്നെയും മുന്നോട്ട് പോകും. അവരുടെ വാലും പിടിച്ച് ഇയാളും പോകേണ്ടി വരും. അത് വേറെ കാര്യം. ഏതായാലും ഈ കേസ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അദ്ദേഹത്തിൻ്റെ കരിയറിനെയാണ്. ഇടക്കാലത്ത് വെച്ച് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ മമ്മൂട്ടി, മോഹൻലാൽ, അവരുടെ സിനിമകൾ പോലും ഒരു പരിധിക്ക് മേലെ വരാതിരിക്കുന്നു, പലപ്പോഴും പരാജയപ്പെടുന്നു. ആ സമയത്ത് തുടർച്ചയായിട്ടുള്ള വിജയങ്ങളായിരുന്നു ദിലീപ് സിനിമകൾക്കുണ്ടായത്. തിയേറ്റർ ഉടമകൾക്ക് ആശ്വാസം ആ കാലഘട്ടങ്ങളിൽ ദിലീപ് സിനിമകളായിരുന്നു. അങ്ങനെ അദ്ദേഹം
മലയാള സിനിമയിലെ ഒരു വലിയ ശക്തിയായിട്ട് വളർന്നു. പ്രൊഡ്യൂസർ, സിനിമാ തിയേറ്ററുകൾ, സിനിമയുടെ എല്ലാ രംഗത്തും അദ്ദേഹം കൊടികുത്തി വാണു. പക്ഷേ നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോൾ എല്ലാം കഴിഞ്ഞു. അദ്ദേഹം ആകാശത്ത് നിന്ന് പാതാളത്തിലേക്ക് പതിച്ചു. സിനിമകളാണ് അദ്ദേഹം ഉണ്ടാക്കിയ സിനിമകളാണ് അത് നമുക്ക് കാണിച്ചു തന്നത് ആ വീഴ്ച. 2017 ജൂലൈയിലാണ് ദിലീപ് കേസിൻ്റെ കാര്യമായിട്ട് അറസ്റ്റിലാകുന്നത്. അതിനു മുൻപ് ദിലീപ് അഭിനയിച്ച സിനിമയാണ് രാമലീല. ഈ സിനിമ അതിൻ്റെ ട്രെയിലർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അറസ്റ്റിലാകുന്നത്. സിനിമയിലുള്ള ചില ഭാഗങ്ങൾ ഈ കേസുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയത്. താൻ നിരപരാധിയാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സ്. അതിലൊരു ഡയലോഗാണ്, കുറ്റവാളി ഞാനായിരിക്കണമെന്ന് എന്തോ നിർബന്ധമുള്ളതുപോലെ. അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് രാമലീലയിൽ. അതും വെച്ചുകൊണ്ടാണ് ട്രെയിലർ ഇറക്കിയത്. ഏതായാലും വലിയ ഹിറ്റായിട്ട് മാറി. അത്യാവശ്യം സാമ്പത്തിക വിജയവും ഉണ്ടാക്കി ആ സിനിമ. അതിനുശേഷം ദിലീപ് ജയിലിൽ കിടക്കുമ്പോൾ ആണ് ഈ രാമലീല റിലീസായത് 2017 സെപ്റ്റംബറിൽ. അത് അത്യാവശ്യം സാമ്പത്തിക വിജയമുണ്ടാക്കി. അതിൽ അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിന്, സിനിമാ വ്യവസായത്തിൽ അദ്ദേഹത്തിന് കുറച്ചൊരു ആശ്വാസമുണ്ടായി. ഈ കേസ് തൻ്റെ സിനിമാ കരിയറിനെ ബാധിക്കില്ല എന്നൊരു ധാരണയും അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ പിന്നീടുണ്ടായ സിനിമകൾ ഒരു ചിത്രം പോലും മൂക്ക് കുത്തി വീഴാതിരുന്നിട്ടില്ല. കാരണം കേസിൽ അദ്ദേഹത്തിനെതിരെ വന്ന തെളിവുകൾ അത് ജനം അതുപോലെ ഏറ്റെടുത്തു. കോടതിക്ക് സത്യം പറയാൻ കഴിയില്ല. അവിടെ തെളിവുകൾക്ക്, സാക്ഷികൾക്ക്, സാഹചര്യങ്ങൾക്ക്, ന്യായങ്ങൾക്ക്, അതിനൊക്കെ അവിടെ പ്രസക്തിയുള്ളൂ. പക്ഷെ ജനങ്ങൾ ഇത് അവൻ തന്നെ, ദിലീപ് തന്നെ എന്ന് വിലയിരുത്തി, കുറ്റം ചാർത്തി ശിക്ഷിച്ചു. പിന്നെ ദിലീപിൻ്റെ സിനിമകൾക്ക് ആരെയും കിട്ടാതായി. അദ്ദേഹം റിമാൻഡ് കഴിഞ്ഞ ഏകദേശം 1.5 മാസം റിമാൻഡ് കഴിഞ്ഞ് ഒക്ടോബറിൽ ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം വീണ്ടും സിനിമകൾ എടുക്കാൻ തുടങ്ങി. കമ്മാരസംഭവം അത് വന്നു. മുരളി ഗോപിയാണ് അതിൻ്റെ രചന നിർവഹിച്ചത്. അതിൻ്റെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് നല്ല സിനിമയായിരുന്നെങ്കിലും സാമ്പത്തിക കാര്യത്തിൽ തിയേറ്ററിൽ ചലനമുണ്ടാക്കിയില്ല, ആരും കയറിയില്ല. 2019 വീണ്ടും അദ്ദേഹം പൊതുരംഗത്തും സിനിമാ രംഗത്തും സജീവമായി. പക്ഷേ ഹിറ്റാവുന്ന ഒരു സിനിമ പോലും, സാമ്പത്തിക വിജയം കൊയ്തെടുക്കാൻ കഴിയുന്ന ഒരു സിനിമ പോലും പിന്നീട് ഇറങ്ങിയില്ല. കോടതി സമക്ഷം ബാലൻ വക്കീൽ, ശുഭരാത്രി, ജാക്ക് ആൻഡ് ഡാനിയൽ എന്നീ സിനിമകളൊക്കെ ആരും അറിയാതെ പോയി എന്നുള്ളതാണ് സത്യം. ദയനീയമായിട്ട് പരാജയപ്പെട്ടു. പിന്നെ കുട്ടികളുടെ ചിത്രമായിട്ട് ഇറങ്ങിയെന്ന് പറയുന്നത് മൈ സാൻഡ എന്നോ മറ്റോ പറഞ്ഞു. അങ്ങനെ സിനിമയെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പിന്നെ കോവിഡ് വ്യാപനം വന്നു. സിനിമാ തിയേറ്ററുകൾ മുഴുവൻ പൂട്ടി. തിയേറ്റർ റിലീസിന് വരെ OTT റിലീസ് ചെയ്യാൻ തുടങ്ങി. OTT പ്രശസ്തമായി, പോപ്പുലറായി. അങ്ങനെയാണ് നാദിർ ഷാ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ നാദിർ ഷാ, അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു. അതിൽ അദ്ദേഹം ഒരു വയസ്സനായിട്ടാണ് ദിലീപ് അഭിനയിച്ചത്. തലക്കഷണ്ടിയായിട്ടുള്ള വയസ്സനായിട്ട്. ഉർവശിയായിരുന്നു നായിക. കേശു ഈ വീടിൻ്റെ നാഥൻ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ ഈ സിനിമ കാണാനും ആളുകളെ കിട്ടിയില്ല.
അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ചില കോമഡികളുണ്ട്. മാളരവിന്ദൻ സ്ഥിരമായിട്ട് പറഞ്ഞിരുന്ന ഒരു ശൈലിയിൽ നിന്ന് പെട്ടെന്ന് മാറാൻ കാരണം ആ ശൈലി ആളുകൾക്ക് മടുത്തു. അപ്പോൾ വേറെ ശൈലിയിലേക്ക് മാറി. ജഗദീഷ് ശ്രീകുമാർ ഒരു സിനിമയിലുള്ള ശൈലിയല്ല മറ്റൊരു സിനിമയിൽ കാണിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് താഴ്ചകളും ഉയർച്ചകളും ഉണ്ടായിട്ടില്ല, എപ്പോഴും ഒരേ നിലയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ദിലീപിൻ്റെ കോമഡികൾ എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് പോലും ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി. ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഴകിയ കോമഡികൾ അതൊന്നും ആർക്കും വലിയ താല്പര്യം ഉണ്ടായില്ല. പിന്നീട് തട്ടാശ്ശേരി കൂട്ടം, അത് അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിലുള്ള ഒരു സിനിമയാണ്. അതൊക്കെ ആരും അറിയാതെ തന്നെ പോയി എന്നുള്ളതാണ്. ബാന്ദ്ര, അതും പോയി. ഉത്തരേന്ത്യയിലുള്ള തമന്ന എന്ന് പറയുന്ന നായിക, അവരാണ് ഈ ബാന്ദ്രയിലെ നായിക എന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടും അത് മൂക്കുത്തി വീണു. പിന്നീട് വോയിസ് ഓഫ് സത്യനാഥൻ, തങ്കമണി, പവി കെയർ ടേക്കർ, ആ ചിത്രങ്ങളൊന്നും ഇപ്പോൾ ആരും ഓർമ്മയിൽ തന്നെ നിൽക്കുന്നില്ല. അതും തിയേറ്ററുകളിൽ ശവമായി, പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ശവമായി. ഈ വർഷം പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി, അതും തഥൈവ, ഗതി തഥൈവ. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പുറത്തിറങ്ങാനുള്ള ഭ ഭ ഭ എന്നൊരു ചിത്രമാണ്. അതിനകത്ത് ഒരു കറിക്കൂട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മോഹൻലാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗതി എന്താകുമെന്ന് കണ്ടറിയണം. ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ അതും താഴോട്ടിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിജയിക്കുകയോ ഇറങ്ങുകയോ താഴോട്ടിറങ്ങുകയോ ചെയ്യട്ടെ, അത് നമുക്ക് കാര്യമുള്ള കാര്യമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ തുടക്കത്തിൽ MGR കാര്യം പറഞ്ഞു. MGR ഒരിക്കൽ ഒരു പ്രൊഡ്യൂസർ എന്നും അങ്ങ് സദ്ഗുണസമ്പന്നനായിട്ടുള്ള സത്യശീലനായിട്ടുള്ളൊരു കഥാപാത്രത്തെയാണല്ലോ അവതരിപ്പിക്കുന്നത്. സ്ത്രീകളുടെ സുരക്ഷ, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന നായകൻ, അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം, തിരിച്ചു വാങ്ങുന്ന വാത്സല്യം, ഇതാണ് അദ്ദേഹത്തിൻ്റെ കഥാതന്തു എല്ലാ സിനിമകളുടെയും. ഇനി ഒരു വെറൈറ്റി ആയിക്കൂടെ ഒരു വില്ലൻ കഥാപാത്രത്തെ? അദ്ദേഹം ആ പറഞ്ഞ ആളുടെ വായ പൊത്തിപ്പിടിച്ചെന്നാണ് പറയുന്നത്. ഒരിക്കലും അത് അദ്ദേഹത്തിന് അറിയാം. കാരണം ദുഷ്ട കഥാപാത്രത്തെ ജനങ്ങൾ നടനിലേക്ക് ആവാഹിക്കും. നമ്മളുടെ പ്രേം നസീർ അയോധ്യ സിനിമ നടക്കുമ്പോൾ പ്രേം നസീർ, രാഘവനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ അയ്യന്തോൾ വന്നിരുന്നു. അവിടെയുള്ള ചാത്തിയത്ത് വീട് വളരെ പഴക്കം ചെന്ന തറവാട്, ഇപ്പം അതില്ല. അവിടെ വെച്ചാണ് ഷൂട്ടിങ്. അന്ന് പ്രേം നസീറിൻ്റെ അടുത്ത് വരാനും അദ്ദേഹത്തിൻ്റെ കാലിന്മേൽ സ്പർശിക്കാനും കയ്യിന്മേൽ സ്പർശിക്കാനൊക്കെ എല്ലാവരും ഓടിക്കൂടി. അതുപോലെ തന്നെ രാഘവനും അതിസുന്ദരനായിരുന്നു. പ്രേം നസീറാണോ രാഘവനാണോ കൂടുതൽ സുന്ദരൻ എന്ന് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ രാഘവന് വയസ്സായി. അതേ സമയത്ത് അവിടെ തന്നെ TG രവിയുടെ ഒരു സിനിമ വന്നു. അന്ന് ആളുകൾ TG രവിയുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. അതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? ജോസ് പ്രകാശ്, ബാലനിക്ക നായർ, ഇവരൊക്കെ കണ്ട ആളുകൾക്ക് പേടിയാണ്. അടുത്ത് ചെന്നാൽ ബലാത്സംഗം ചെയ്യുന്നുള്ള പേടി. അവരൊക്കെ ശുദ്ധ പാവങ്ങളാണ്. പക്ഷെ ദുഷ്ടകഥാപാത്രങ്ങളെ നടനിലേക്ക് ആവാഹിക്കും സമൂഹം. നടൻ്റെ ജീവിതത്തിലുള്ള ദുഷ്ടതകളെ കഥാപാത്രത്തിലേക്കും സന്നിവേശിപ്പിക്കും ജനങ്ങൾ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആയതുകൊണ്ട് തന്നെ ഒരു വില്ലൻ കഥാപാത്രം ചിന്തിക്കേണ്ട, ഞാനത് ചെയ്യില്ല എന്നാണ് MGR പറഞ്ഞത്. മരണം വരെ അദ്ദേഹം ചെയ്തിട്ടുമില്ല. മിക്കവാറും അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളുടെയും തുടക്കവും അതിൻ്റെ മധ്യഭാഗങ്ങളും അവസാനമൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. ഏകദേശം പല സിനിമകളും ഒരേപോലെ ഇരിക്കുന്ന പല സിനിമകളും വന്നിട്ടുണ്ട്. എല്ലാം വിജയമായിരുന്നു. കാരണം ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും
വലിയ അഭിപ്രായങ്ങളുണ്ടായത്. മക്കൾ തിലകെന്നാണ് വിളിച്ചിരുന്നത്. ആളുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ തായ്മാറുകളെ, രക്തത്തിന് രക്തമായ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ജീവിതത്തിലും അദ്ദേഹം അത് പ്രദർശിപ്പിച്ചു. ഇനി മറിച്ചൊരു കഥ കൂടിയുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. MK ത്യാഗരാജ ഭാഗവതർ. MGR, ശിവാജി ഗണേശൻ, കരുണാനിധിക്ക് തൊട്ട് മുമ്പ് വന്ന ആളാണ്. അതിവരെ പോലെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഗായകനായിരുന്നു, നല്ല ഗായകനായിരുന്നു, സുസുന്ദരനായിരുന്നു, നല്ല നടനായിരുന്നു. 1944 ഒരു സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം വാങ്ങിച്ചത് 1,00,000 രൂപയാണ്. ആ 1,00,000 രൂപ കൊണ്ട് 50-60 കാലഘട്ടങ്ങളിൽ കേരളത്തിലൊരു സിനിമ പിടിക്കാം. അതായിരുന്നു സ്ഥിതി. അങ്ങനെ ഒരു നടൻ അദ്ദേഹം എവിടെയെങ്കിലും വരുമ്പോൾ ആളുകൾ കൂട്ടം കൂടുന്നതുകൊണ്ട് ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വരുന്നു എന്നറിഞ്ഞ് അവിടെ ആളുകൾ കൂട്ടം കൂടി. കിലോമീറ്ററുകളോളം പാളത്തിനകത്ത് ആളുകൾ. 4-5 മണിക്കൂറാണ് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. റെയിൽവേക്കാർ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു നടനായിരുന്നു അദ്ദേഹം. എടുക്കുന്ന സിനിമകൾ മുഴുവൻ ബമ്പർ ഹിറ്റുകൾ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെക്കുറിച്ച് അപഖ്യാതി പടർത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഒരു പത്രപ്രവർത്തകനെ, ലക്ഷ്മികാന്തിനെ വധിച്ചു. ആ കേസ് ഇദ്ദേഹത്തിനെയാണ് ബാധിച്ചത്. അദ്ദേഹം ജയിലിൽ പോയി. പക്ഷേ ആ കേസ് പിന്നീട് വിട്ടയച്ചു എങ്കിൽ പോലും അതോടുകൂടി കലാരംഗം, സമൂഹം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. ഒടുവിൽ 49-ാമത്തെ വയസ്സിൽ വെറുമൊരു പിച്ചക്കാരനായിരിക്കുമ്പോഴാണ് മരണം. പ്രമേഹം ബാധിച്ചു, കലശലായിട്ടുള്ള പ്രമേഹം ബാധിച്ചു, കണ്ണുകളിൽ അന്ധത ബാധിച്ചു. അന്നൊക്കെ വലുതായിട്ടുള്ള ചികിത്സകളില്ല. തലയെല്ലാം മുണ്ടനം ചെയ്ത് തഞ്ചാവൂരിലുള്ള മാരിയമ്മൻ കോവിലിന് മുമ്പിൽ ഒരു പിച്ചക്കാരനായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആഹാരം കൊണ്ടുകൊടുക്കും, അത് വാങ്ങിച്ചു കഴിക്കും. വിളിച്ചാൽ വീട്ടിലേക്കൊന്നും പോവില്ല. ആ കാലഘട്ടത്തിൽ മറ്റൊരു സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അവിടെ ആ വഴിക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു മലയാളത്തിലെ സൂപ്പർ സ്റ്റാറാണ്, അഥവാ മലയാളത്തിലെ ഒരു സിനിമാ നടനാണ്, എൻ്റെ പേര് പ്രേം നസീർ എന്നാണ്, ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്, ഞാൻ അങ്ങേക്ക് കുറച്ച് പൈസ തരട്ടെ. അത് ചോദിക്കുന്നതിന് മുമ്പ് ത്യാഗരാജ ഭാഗവതർ തിരിച്ചു ചോദിച്ചു, നിങ്ങളിപ്പോൾ ഇനി ചോദിക്കാൻ വരുന്നത് ഞാൻ കുറച്ച് പൈസ തരട്ടെ എന്നായിരിക്കും. അത് വേണ്ട സുഹൃത്തെ, എനിക്കിനി ആഹാരം മാത്രം മതി, അതെൻ്റെ അനുജൻ കൊണ്ട് തരുന്നുണ്ട്. മരണം എന്നെ മാടി വിളിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ആയതുകൊണ്ട് ഇനിയും ഒരു കടപ്പാടുണ്ടാക്കണ്ട. ഞാൻ കൊടുമുടികൾ കയറിയവനാണ്. സമ്പത്തിൻ്റെ കൊടുമുടികൾ, പ്രശസ്തിയുടെ കൊടുമുടികൾ ഇന്ന് പാതാളത്തിലാണ്. അത് ഞാൻ അനുഭവിച്ചോളാം എന്നാണ് ശ്രീ പ്രേം നസീറിനോട് അദ്ദേഹം പറഞ്ഞത്. എന്തോ ആകട്ടെ, ഇവിടെ നമുക്ക് വിഷയം കോടതി വിധി. കോടതി അദ്ദേഹത്തെ വിട്ടതാണ്, എന്നിട്ടും ജനങ്ങൾ ഏറ്റെടുത്തില്ല. കോടതി വിധി എന്തുമായിക്കോട്ടെ, നാളെ കോടതി വിധി വരികയാണ്. 8-ാം തീയതി കോടതി വിധി വരികയാണ്. അതിൽ ദിലീപിനെ വെറുതെ വിടും, അല്ലെങ്കിൽ ശിക്ഷിക്കും. അത് ചിലപ്പോൾ 1 കൊല്ലമാകാം, 2 കൊല്ലമാകാം, 5 കൊല്ലമാകാം, ജീവപര്യന്തമാകാം. അതെല്ലാം കോടതിക്കേ അറിയുള്ളൂ. അതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് അത് കോടതി തീരുമാനിക്കും. പക്ഷേ കോടതിയിൽ സത്യം ഇരുട്ടിലാണ്. സത്യത്തിന് പ്രസക്തിയില്ല. കാരണം സത്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളിക്ക് മാത്രമേ അതറിയുള്ളൂ. കോടതിക്ക് വേണ്ടത് സാക്ഷികളാണ്, സാക്ഷി തെളിവുകളാണ്, ന്യായങ്ങളാണ്, സാഹചര്യങ്ങളാണ്. അതാണ് അവിടെ പ്രവർത്തിക്കുക. പക്ഷേ സമൂഹം, ജനം, അവർ കുറ്റം കണ്ടെത്തിക്കഴിഞ്ഞു. ദിലീപിലവർ കുറ്റം ചാർത്തിക്കഴിഞ്ഞു, ഒപ്പം ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. അതാണ് അദ്ദേഹം കഴിഞ്ഞ 9 വർഷമായിട്ട് അനുഭവിച്ചു വരുന്നത്. അവർ വിധിച്ച ശിക്ഷ.
ദിലീപിന് അവർ വിധിച്ച ശിക്ഷ, സമൂഹം വിധിച്ച ശിക്ഷ ജീവപര്യന്തം. ജീവപര്യന്തമായിരുന്നു സമൂഹം ദിലീപിന് വിധിച്ച ശിക്ഷ. ഇനി കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ വെറുതെ വിട്ടാൽ തന്നെയും സിനിമയുടെ ചരിത്രം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും സിനിമാ രംഗത്ത് വാഴാൻ, കുറച്ചുകൂടി നീട്ടി പറഞ്ഞാൽ പൊതുരംഗത്ത് വാഴാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. നമസ്കാരം.